الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ ധാരാളം ഖൈർ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിന്ന് പറയാൻ പോകുന്ന ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാനും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനും സമ്പത്തിന്റെ കവാടം അല്ലാഹു തുറന്നു തരാനും ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ദിക്റിനെ കുറിച്ചാണ്. നിങ്ങൾ ദിവസവും 100 വട്ടമെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ നാഥനായ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾക്ക് ധാരാളം പോരിശയുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് അല്ലാഹുവിന്റെ പേരുള്ള പോരിശയാക്കപ്പെട്ട ദിക്റുകൾ. പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹുവിന്റെ നാമങ്ങളുള്ള പോരിശയാക്കപ്പെട്ട ദിക്റുകൾ അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് നാം നമ്മുടെ ജീവിതത്തിൽ മഹാന്മാര് പറഞ്ഞു തന്നതുപോലെ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും കടന്നു വരുന്നതാണ്. അപ്പൊ ആ ദിക്ർ നമ്മൾ എങ്ങനെയാണ് ചൊല്ലേണ്ടിയുള്ളത്? മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അത് മഹാന്മാരുടെ അനുഭവത്തിൽ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തന്നതാണ്. അതിന്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നെല്ലാവരും അപരാധിയോടെയും നൊമ്പരത്തോടെയും പറയുന്നതാണ്. കുടുംബത്തിലെ പ്രാരാബ്ധങ്ങളെ പറ്റിയാണ്, മക്കളെ പറ്റിയാണ്, അല്ലെ? എല്ലാവരും പറയുന്നതാണ്. ഒരു സംസാരം തുടങ്ങിയാൽ തന്നെ പ്രാരാബ്ധങ്ങളെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെയാണ്, അല്ലെങ്കിൽ ലോകങ്ങളെ കുറിച്ചാണ്, അതുമല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. അങ്ങനെ പല പല മേഖലകളിലൂടെയും കടന്നു പോകുന്നവരാണ് മനുഷ്യരായ നാം. എന്നാൽ ഇതെല്ലാം മാറാൻ അല്ലാഹു നമുക്ക് സമ്മാനിച്ചതാണ് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. അപ്പൊ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മളിൽ നീങ്ങി പോകാൻ അല്ലാഹു നമുക്ക് സമ്മാനിച്ചതാണ് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് സമ്മാനിച്ചതാണ് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന. ഒരുപാട് മനുഷ്യർ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദിക്റുകളും ചൊല്ലി ദുആ ചെയ്തതോടെ അവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും മാറിക്കിട്ടി, അല്ലേ? ഒരുപാട് മുഅ്മിനീങ്ങൾ അവർ ദുആകളും അസ്മാഉൽ ഹുസ്നകളും അതുപോലെ തന്നെ ദിക്റുകളും അദ്കാറുകളും ചൊല്ലിയപ്പോൾ വർഷങ്ങളായി അവരുടെ ഹൃദയങ്ങളുണ്ടായിരുന്ന അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി എത്രയെത്ര സംഭവങ്ങൾ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ നമ്മൾ അദ്കാറുകൾ ചൊല്ലിയാൽ വലിയ വിജയം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ദിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതുപോലെ ആനന്ദമുള്ളവർ സന്തോഷമുള്ളവർ വേറെ ഉണ്ടാകില്ല മുഅ്മിനീങ്ങളെ, അല്ലെ? അല്ലാഹുവിന്റെ ദിക്ർ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വലിയ ശാന്തിയും സമാധാനം അല്ലാഹു നൽകുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാനും ആരുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനും സമ്പത്തിന്റെ കവാടം തുറന്നു കിട്ടാനും ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും ഇല്ലാതാകാനും വേണ്ടിയിട്ടുള്ള നല്ല ഒരു ദിക്റിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ദിവസവും 100 വട്ടമെങ്കിലും ചൊല്ലിയാൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഈ ദിക്ർ ചൊല്ലാൻ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഏറെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ദിക്ർ ഒരു പരിഹാരമാണ്. ഈ ദിക്ർ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ സമയം കണ്ടെത്തി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഇതൊരു പ്രശ്നങ്ങൾക്കും ഈ ദിക്ർ ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ സമ്പത്തിന്റെ കവാടം തുറന്നു കിട്ടുന്നതാണ്. ഇന്ന് മിക്കവരും അനുഭവിക്കുന്ന പ്രശ്നം സാമ്പത്തികമില്ലായ്മ, അതുപോലെ തന്നെ കടം കൊണ്ട് വലിയുന്നവർ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കൂ, ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം കാണാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വലിയ അത്ഭുതങ്ങളുള്ള ഒരു ചെറിയ ദിക്റിനെ പറ്റിയാണ്. മഹാനായ ഇമാം യാഫി റളിയല്ലാഹു അൻഹു ദിക്റിന്റെ മഹത്വങ്ങളെ പ്രതിപാദിക്കുന്ന അവിടുത്തെ കിതാബിൽ ഈ ദിക്റിന്റെ മഹത്വത്തെ കുറിച്ച് മഹാനവറുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ മഹത്വം കേട്ടോ മുഅ്മിനീങ്ങളെ, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതേ മുസല്ലയിൽ ഇരുന്നിട്ട് 100 വട്ടം ഈ ദിക്റിനെ ചൊല്ലിയാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ ഇരുന്നിട്ട് 100 വട്ടം ഈ ദിക്റിനെ ചൊല്ലിയാൽ അല്ലാഹു റിസ്ഖിന്റെ കവാടം അവനെ വിശാലമാക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ഭക്ഷണത്തിലും പാർപ്പിടത്തിലും വസ്ത്രത്തിലും വാഹനത്തിലും എല്ലാം
അല്ലാഹു വിശാലത തരും. അതിലൊന്നും കുടുസ് തരാതെ അതിലൊക്കെ അല്ലാഹു വിശാലത നൽകുന്നതാണ്. അത്ര മഹത്വമുള്ള ഒരു ദിക്റാണ്. അഥവാ റിസ്കിൽ അല്ലാഹു വിശാലത നൽകുന്നതാണ്. അവന് മുന്നിൽ അല്ലാഹു വിശാലതയെ തുറക്കപ്പെടുന്നതാണ്. അതായത് റിസ്കിൽ വിശാലത നൽകും. പിന്നെ നിന്റെ ജോലിയിൽ പ്രയാസം കാണുകയില്ല, സമ്പത്തിന്റെ വിഷയത്തിൽ ബുദ്ധിമുട്ട് വരില്ല, നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം അല്ലാഹു നൽകുന്നതാണ്. അത്രയും മഹത്വമുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ്, ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. രണ്ടാമതായി ദിക്ർ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടം, അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണ്. അപ്പൊ ഈ ദിക്ർ കൊണ്ട് ദുനിയാവും ആഖിറവും ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു നൽകുന്നതാണ്. രണ്ടാമതായി ദിക്ർ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടം, അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നതാണ്, നരകം അവന്റെ മേൽ ഹറാമാക്കപ്പെടുന്നതാണ്. മൂന്നാമതായി കിട്ടുന്ന നേട്ടം, ഖബറിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. ഖബർ മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ എത്ര സുഖത്തോടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ആരുമില്ലാത്ത ഖബറിൽ എത്രയോ നാളെ നമ്മൾ ജീവിക്കേണ്ടിയുള്ളവരാണ്, അല്ലെ? എത്ര വർഷമാണ് ജീവിക്കേണ്ടിയുള്ളവർ? നമുക്കറിയാവുന്ന എത്രയോ പേര് നമ്മളെ വിട്ടുപോയി. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഈ ദിക്ർ ചൊല്ലി വരുന്ന ആൾക്കാർക്ക് അല്ലാഹു ഖബറിന്റെ ഫിത്നയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ മഹാനായ തങ്ങൾ പറയുകയാണ്, ദിക്റിന്റെ മഹത്വത്തെ കുറിച്ച് നാലാമതായി പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ദുനിയാവ് അല്ലാഹു അവനിലേക്ക് അടുപ്പിച്ച് നൽകുന്നതാണ്. ദുനിയാവിലെ എല്ലാവർക്കും ദുനിയാവിനോട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ആദ്യം ദുനിയാവിൽ പിന്നെ ആഖിറം, അല്ലേ? അപ്പൊ ദുനിയാ നമുക്ക് വേണം, ആഖിറം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് ഈ ദുനിയാവിനെ അല്ലാഹു അടുപ്പിച്ച് തരുന്ന ഒരു ദിക്റാണ്. അല്ലാഹു ദുനിയാവിനെ അടുപ്പിച്ചു തരുന്നൊരു മഹത്തായ ദിക്റാണ്. അല്ലാഹു അഥവാ അല്ലാഹു എല്ലാ സുഖ സൗകര്യങ്ങളും നിന്നിലേക്ക് അടുപ്പിച്ചു തരും. ആരും മുടക്കാൻ നോക്കിയാലും നടക്കുകയില്ല. സമ്പത്തിന്റെ കവാടം നിനക്ക് തുറന്നു കിട്ടും. ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. ഇന്ന് മിക്കവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സമ്പത്തിനായ്മ. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ സമ്പത്തിന്റെ ഉറവിടം അല്ലാഹു നിനക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. വലിയ സമ്പത്ത് അല്ലാഹു നിനക്ക് തരുന്നതാണ്. അപ്പൊ ഒരുപാട് മുഅ്മിനീങ്ങൾ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവർ, വേദന അനുഭവിക്കുന്നവർ, കഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ സമ്പത്തിന്റെ ഉറവിടം അല്ലാഹു നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. അനുഗ്രഹങ്ങൾ അല്ലാഹു ധാരാളം നൽകുന്നതാണ്, അല്ലേ? അല്ലാഹു ഒരുപാട് അനുഗ്രഹം നിനക്ക് നൽകുന്നതാണ്. അപ്പൊ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇത്രയും വലിയ മഹത്വമുള്ള അത്ഭുതമുള്ള ദിക്ർ ദിവസവും ഒരു 100 വട്ടം നിങ്ങൾ ചൊല്ലുക. ആ ദിക്ർ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ മേൽപ്പറഞ്ഞ അനുഗ്രഹങ്ങൾ ഇനി ഒരുപാടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ പറയാനിരുന്നു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ നീണ്ടു പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചുരുക്കി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ, ചുരുക്കി പറഞ്ഞാൽ, എത്ര പാവപ്പെട്ടവനാണെങ്കിലും മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു വന്നതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ ഇത്രയും പോരിശയുള്ള, ഇത്രയും മഹത്വമുള്ള ദിക്ർ ഏതാണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുവേ, ഈ ദിക്ർ ചൊല്ലാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അപ്പൊ ആ ദിക്ർ ഏതാണെന്ന് നമുക്ക് നോക്കാം മുഅ്മിനീങ്ങളെ. لا إله إلا الله الملك الحق المبين، 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 لا إله إلا الله الملك الحق المبين.
ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിക്ർ ഇതാണ്. ഈ ദിക്റിനെ കുറിച്ചാണ്, ഇതിന്റെ മഹത്വങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. നാഥനായ അല്ലാഹ്, കാരുണ്യവാനായ റബ്ബേ, ഈ ദിക്റുകളെല്ലാം ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഈ മജ്ലിസ് അല്ലാഹുവേ, ഞങ്ങളെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ദിക്റിന്റെ മഹത്വങ്ങൾ പറഞ്ഞ മജ്ലിസാണ് റബ്ബേ. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദിനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബനാ വമാ കമാ റബ്ബൗനാ സഗാറാ. اللهم ادفع عنا البلاء والوباء والقحط والامراض يا ارحم الراحمين. ارحم الراحمين يا الله. ഈ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ ഈ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥ്യ തവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. ഖബറിനെ നീ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ മാഫ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാഹ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് പലരും ഭവനമില്ലാത്തവരാണ് റബ്ബേ, ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് റബ്ബേ, സ്വന്തമായ ഒരു ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ അല്ലാഹുവേ വിവാഹപ്രായമെത്തി നിൽക്കുന്നവരിലേക്ക് എല്ലാ സാലിഹീങ്ങളായ ഞങ്ങളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമകളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും രോഗികളാണ് റബ്ബേ, ഞങ്ങളുടെ മക്കൾ രോഗികളാണ് അല്ലാഹ്. അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ദമ്പതിമാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, മക്കളിൽ അല്ലാഹുവേ സാലിഹീങ്ങളായ മക്കൾ അവർക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. പടച്ചവനെ, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾ പലരും കച്ചവടക്കാരുണ്ട് റബ്ബേ, അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, മാറ്റം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ, ധാരാളം ഖൈറുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ഈ ഭൂമിയിൽ നീ തന്ന അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ മക്കൾ, അവർക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. രോഗങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്ക് നല്ല ബുദ്ധി കൂർമ്മ നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. പഠിക്കാനുള്ള ആവേശവും ഉന്മേഷവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷവും ധാരാളം നിലനിർത്തണേ പടച്ചവനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളും വിപത്തുകളും തൊട്ട് ഞങ്ങളെ നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ, എല്ലാവരെയും സർവ്വ ആപത്തുകളും വിപത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.